ഹലോ, അസ്സാം വലൈക്കും. ഗുഡ് ഡേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ആദ്യം തന്നെ ഇന്ന് എൻ്റെ ഡേ 13 ചാലഞ്ച് ഗോ ലൈവിൻ്റെത്. ഇന്നലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു അബദ്ധം ചെയ്തു. ഞാൻ ബിസിനസ് പേജിൽ കയറി ഗോ ലൈവ് ചെയ്യുന്നതിന് പകരം പേഴ്സണൽ പ്രൊഫൈലായിരുന്നു ഞാൻ നിന്നത്. അപ്പോൾ ഗോ ലൈവ് പോയത് പേഴ്സണൽ പ്രൊഫൈലിൽ. അപ്പം ഞാനത് കണ്ടുകൊണ്ടിരിക്കുന്നതിന് കുറേ ആൾക്കാർ വാച്ച് ചെയ്ത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇന്ന് കുറേ ആൾക്കാർ എന്നെ വാച്ച് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചായിരുന്നു. പക്ഷേ കഴിഞ്ഞ മനസ്സിലായത് അത് പേഴ്സണൽ പ്രൊഫൈലായിരുന്നു എന്നുള്ളത്. പിന്നെ ഞാൻ അവിടെ നിന്ന് മാറ്റിയില്ല ഇതായിട്ട്. പിന്നെ നമ്മൾ സാധാരണ പേഴ്സണൽ പ്രൊഫൈലൊന്നും ഗോ ലൈവും ബിസിനസ്സിനെ പറ്റിയിട്ട് പറയാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബിസിനസ് നമ്മൾ പറയുന്നത് പോലെ നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൊണ്ടല്ല, അവരെ ബഗ് ചെയ്തിട്ടും അവരെ നമ്മുടെ ബിസിനസ്സിൽ ചേർത്തിട്ടും എല്ലാം നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത്. നമ്മുടെ ക്ലയൻസ് ഔട്ട്സൈഡാണ്. അതിനുള്ള ഫുള്ള് സെറ്റപ്പ് ഈ ബിസിനസ് പ്ലാറ്റ്ഫോം നമുക്ക് ചെയ്തു തരുന്നുണ്ട്. നമുക്ക് വരുന്ന ക്ലയൻറ്റൊക്കെ ഔട്ട്സൈഡാണ്. ഓക്കെ. ഇനിയിപ്പോൾ അഥവാ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് ആവശ്യമുണ്ടെങ്കിൽ, മീൻസ് അവർക്ക് എന്നെ നല്ല ട്രസ്റ്റാണ്, മീൻസ് അവർക്ക് എന്നെ അറിയാം, എൻ്റെ ഫാമിലിനെ അറിയാം, ഞാൻ അവരെ പറ്റിക്കില്ല എന്നറിയാം, ഞാൻ പറയുന്നത് ജെന്യൂനായിട്ടുള്ള സംഭവമാണെന്നൊക്കെ പറയാം, മീൻസ് വർക്ക് ചെയ്യുന്നതാണെന്നുള്ളത് പറയാം, പ്രൂവണായിട്ടുള്ളതാണ് ഞാൻ അവർക്ക് റെക്കമെൻഡ് ചെയ്യുള്ളൂ, സജസ്റ്റ് ചെയ്യുള്ളൂ എന്നൊക്കെ അവർക്ക് അറിയാം. അപ്പം അങ്ങനെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ആവശ്യമുണ്ടെങ്കിൽ വരുന്നത് കൊണ്ട് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. പക്ഷേ പിന്നെ ട്രസ്റ്റ് ഫാക്ടർ ഓൾറെഡി അവിടെ ഉണ്ട്. നമ്മൾ ബിസിനസ് പേജിൽ നമ്മൾ ബിസിനസ്സിനെ പറ്റിയിട്ട് പറയുന്നതും നമ്മുടെ ഫാമിലിനെ പറ്റിയിട്ടും ഒക്കെ പറയുന്നത് നമുക്കൊരു ട്രസ്റ്റ് ഫാക്ടറും കൂടെ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് വേണമെങ്കിലും എന്നെ ഇതാക്കാം. പക്ഷെ അത് നന്നായി. എനിക്ക് കുറേ എൻക്വയറി വന്നിട്ടുണ്ട് ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തും തന്നെ എന്താ സംഭവം അവർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം ചിലപ്പം അത് നന്നായിട്ട് വരുമായിരിക്കും, എൻ്റെ ബിസിനസ് കൂടുതൽ ഗ്രോ ചെയ്യുമായിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ ബിസിനസ് പേജിലാണ് ഇതാക്കുന്നത്. അപ്പോൾ ഡേ 12 ഇതിൽ നിന്ന് മിസ്സാണ്. അത് അപ്പുറത്താണുള്ളത്, എൻ്റെ പേഴ്സണൽ പ്രൊഫൈലിലാണുള്ളത്. അത് അവിടെ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഡിലീറ്റ് ആക്കിയില്ല. കൂടുതൽ ഇൻഫർമേഷൻ അതിൽ കൊടുത്തു. ഇനി ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എൻ്റെ ബിസിനസ് പേജിലേക്ക് വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എനിക്ക് പാഷൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള ഒരു സംഭവമാണ് കുക്കിംഗ് എന്നുള്ളത്. വീക്കെൻഡ് നന്നായിട്ട് കുക്ക് ചെയ്യാറുണ്ട്. പിന്നെ നമ്മളൊക്കെ തലശ്ശേരി മലബാർ ഏരിയ എന്ന് വന്നതായത് കൊണ്ട് കുറച്ചൊരു എല്ലാവർക്കും അറിയാം, നമ്മുടെ ചായക്കടി സ്നാക്സിൻ്റെ ഒക്കെ ആശാന്മാരാണ് അവിടെ ഉള്ളത്. ഞാനൊക്കെ ചെറിയൊരാൾ. അപ്പം ഇന്ന് ഞങ്ങളുടെ ഒരു ലേഡീസ് ഡേ ഔട്ട് ഉണ്ട്. ലേഡീസ് നൈറ്റ് ഔട്ട്, ഡേ ഔട്ട് ഈവനിങ്ങിൽ രാത്രി തിരിച്ചു വരും. അപ്പം ഞങ്ങൾ കുറച്ച് ആൾക്കാർ, നമ്മൾ കുറച്ച് മിഡിൽ ഏജൊക്കെ കഴിഞ്ഞ ആൾക്കാർ, ലേറ്റ് 40s ആൾക്കാരൊക്കെ, ഞങ്ങളെ പോലത്തുള്ള ആൾക്കാർ ഞങ്ങളെ തന്നെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിൻ്റെ ഒരു ലേഡീസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പുണ്ട്. ഞങ്ങളെ തന്നെ ജിൽസ് എന്നാണ് പറയാറ്. അപ്പം അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളൊന്ന് കൂടാറുണ്ട്, ലേഡീസ് മാത്രമായിട്ട്. നല്ല ജോളിയാണ്. ഇന്ന് പെട്ടെന്ന് നമ്മുടെ കാലിഫോർണിയ എന്നൊരു ഒരാൾ വരുന്നുണ്ട്. നമ്മുടെ മെയിൻ മെമ്പറാണ്. നല്ല പോസിറ്റീവ് എനർജി എല്ലാവർക്കും തരുന്നത്, എല്ലാവരെയും ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവൾ വരുന്നത് കൊണ്ട് ഞങ്ങൾ പ്രത്യേകിച്ചൊരു കൂടുകയാണ് പെട്ടെന്ന്. അപ്പം ഇന്ന് എല്ലാവരും ഓരോ ഡിഷ് കൊണ്ടുപോകും. അതിന് ഞങ്ങൾക്കൊക്കെ പ്രത്യേക ഒരു വൈബാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നല്ല സംഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഹസ്ബൻഡ് ചോദിക്കുന്നുണ്ട്, ഇവിടെ ഞങ്ങൾക്കൊന്നും ഉണ്ടാക്കി തരൂല്ലല്ലോ ഇത് എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചെമ്മീൻ പത്തിരിയാണ്. അപ്പം ഞാൻ അതിൻ്റെ സംഭവങ്ങൾ പകുതി വെച്ചിട്ടുണ്ട്. മീൻസ് രണ്ട് സംഭവങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് എനിക്ക് വെക്കുന്നതും അറിയില്ല. അപ്പം അങ്ങനെ വെച്ചേക്കാം. ഓക്കെ. ഇതൊക്കെ പിന്നെ എൻ്റെ സംഭവങ്ങൾ ഇതാണ്. കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ ട്രെയിനിങ്ങും കൂടെ നടക്കുന്നുണ്ട്. അങ്ങേയറ്റത്ത് നിങ്ങൾക്കൊരു ലാപ്ടോപ്പ് കാണാൻ പറ്റും. അങ്ങനെയാണ് നമ്മളൊക്കെ ഈ മോംസും എല്ലാവരും തന്നെ പണ്ട് മുതലേ നമ്മളൊക്കെ മൾട്ടി ടാസ്കിങ് മോഡിലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ഇപ്പം നമ്മുടെ ട്രെയിനിങ്ങും നമ്മുടെ ബിസിനസ്സും നമ്മുടെ ഫാമിലി ടൈമിൻ്റെ കൂടെ തന്നെയാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതാണ് നടക്കുന്നത്. ട്രെയിനിങ് അവിടെ ഞാൻ നടക്കുന്നത്. ഇപ്പം തൽക്കാലം ഞാൻ അവിടെ പോസ്റ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പം നമ്മുടെ ഇതൊക്കെ ചെവിയിൽ വെച്ചിട്ട് നമ്മളൊക്കെ ട്രെയിനിങ് ഒക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്നത്. ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് അല്ല. ഈ ബിസിനസ്സിൻ്റെ പാർട്ടായിട്ട് നമ്മുടെ ഈ ബിസിനസ് എന്ന് പറയുന്നത് മൈൻഡ് സെറ്റും കൂടെ, നമ്മുടെ മൈൻഡ് അപ്പ് ചെയ്യുന്നതും കൂടെ ഒരു ഭാഗമാണ്. നമ്മുടെ 90% നമ്മുടെ മൈൻഡ് സെറ്റ് കൊണ്ടാണ് നമ്മുടെ ഈ ബിസിനസ് നടക്കുന്നത്. നമുക്ക് അഡ്വർടൈസ്മെൻ്റ് ആണല്ലോ ചെയ്യുന്നത്. അപ്പം നമ്മുടെ മനസ്സൊക്കെ നന്നായിട്ടുണ്ടെങ്കിലാണ് നമുക്ക് പുതിയ ഐഡിയാസൊക്കെ അഡ്വർടൈസ്മെൻറ്റിൽ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ.
അപ്പോൾ അങ്ങനെ നമ്മുടെ മൈൻഡ് ബൂസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ബിസിനസ് എന്ന് പറയുന്നത് ബിസിനസ് ട്രെയിനിങ് എന്ന് പറയുന്നത് ബിസിനസ്സിന് വേണ്ടി മാത്രമല്ല, ആ മൈൻഡ് സെറ്റ് ട്രെയിനിങ് ഒക്കെ നമുക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫിലാണ് ഇപ്പോൾ ഉപകാരപ്പെടുന്നത്. ഞങ്ങളെ പോലെ മക്കളൊക്കെ വലുതായി, അവർക്ക് വേണ്ടിയിട്ട് അധികം സ്പെൻഡ് ചെയ്യാനില്ല. അപ്പം ചിലപ്പം ബോറടിയൊന്നും പല പല കാര്യങ്ങളിൽ എങ്ങനെയെങ്കിലും എൻഗേജ്ഡ് ആവും. പക്ഷെ നമ്മുടെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനും കൂടെ ഇതെല്ലാം തന്നെ ഉപകരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട്, നീ ഇപ്പം ആകെ മാറിയിരിക്കുന്നു, പെട്ടെന്ന് പിന്നെ പോസിറ്റീവ് എനർജിയാണ് ഇപ്പോൾ ഉള്ളത്. നെഗറ്റീവ് എനർജി എന്തെങ്കിലും വരുന്നേരം ആപ്പാട് അങ്ങ് കളയാൻ നോക്കും. പോസിറ്റീവിലേക്ക് അങ്ങ് അട്രാക്റ്റ് ആവാൻ തുടങ്ങും. നെഗറ്റീവ് എനർജി ആകുന്നേരം അങ്ങ് ഇഗ്നോർ ചെയ്യാൻ തുടങ്ങും. അങ്ങനെയൊക്കെയുള്ള കുറേ ക്വാളിറ്റീസൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇത് കണ്ടല്ലോ നിങ്ങൾ. ഇത് ഞാനിപ്പോൾ ഇങ്ങനെ വെക്കും, എന്നിട്ട് ഇതാക്കും. ഇപ്പോൾ രാത്രി ഭയങ്കര അടിപൊളിയായിരിക്കും, നല്ല ടേസ്റ്റാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്, മോശം വരില്ല. മീൻസ് നമ്മളൊക്കെ മലബാർക്കാരായതുകൊണ്ട് നമ്മുടെതൊക്കെ കയ്യിലുണ്ട്, എന്താ പറയുക, കൈപുണ്യം എന്തായാലും ഉണ്ട്, അധികം ഇല്ലെങ്കിലും. അപ്പോൾ ഇന്നത്തെ ഗോ ലൈവ് ഞാൻ അധികം നീട്ടുന്നില്ല. ഇന്നത്തെ ഗോ ലൈവ് പറയുന്നത് നമുക്കെല്ലാം ട്രെയിനിങ് ഒക്കെ നമ്മുടെ ഫാമിലി ടൈമിൻ്റെ കൂടെ തന്നെ ഇതാക്കുക. അതിന് പ്രത്യേകിച്ചൊരു ഇതൊന്നും നിങ്ങൾ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ എന്താണ് നമ്മുടെ ഈ ട്രെയിനിങ് കിട്ടുന്നതൊക്കെ ബിസിനസ്സിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനും തന്നെ അതൊക്കെ ആവശ്യമുള്ളതാണ്. അപ്പം അങ്ങനെയാണ് ഇത് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാം. ഓക്കെ. അപ്പം എല്ലാവരും ഹാവ് എ ബ്ലെസ്ഡ് ഡേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇവിടെ സൺഡേ ആണ്, ചില ആൾക്കാർക്ക് നാട്ടിലൊക്കെ അത് സൺഡേ കഴിഞ്ഞിട്ടുണ്ടാവും. അതുമല്ല, എന്നോട് ചോദിച്ചത് ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം ബിസിനസ് ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ നിന്നുള്ള എവിടെ നിന്നാണെങ്കിലും നമ്മുടെ ഫോണാണ് നമ്മുടെ ഓഫീസ്. നമ്മുടെ ഫോണ് നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, അതാണ് നമ്മുടെ ഓഫീസ്. അപ്പം ഞാനിപ്പോൾ ഇത് കാണുന്ന ട്രെയിനിങ് തന്നെ ഒരു ഫേസ്ലെസ് മാർക്കറ്റിങ്ങിൻ്റെ ട്രെയിനിങ് ആണ്. ഫേസ്ലെസ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി മുമ്പേയും എൻ്റെ ബിസിനസ് പേജിൽ കൊടുത്തിട്ടുണ്ട്. ഫേസ്ലെസ് മാർക്കറ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഫേസ് കാണിച്ചിട്ടാണ് എൻ്റെ ബിസിനസ്സിനെ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഫേസ് കാണിക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കറ്റിംഗ് ചെയ്യാം, പല വിധത്തിൽ ചെയ്യാം. നിങ്ങളുടെ ബിസിനസ് ക്ലയൻറ്റിലേക്ക് എത്തണമെന്നേ ഉള്ളൂ, അതുമാത്രമേ ഉള്ളൂ. അത് ഏത് വിധത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിധത്തിൽ ഫേസ് കാണിച്ചിട്ട് ചെയ്യാം, ഫേസ് കാണിക്കാതെ ചെയ്യാം, അല്ലെങ്കിൽ ഹാഫ് ആക്കിയിട്ട് ചെയ്യാം. ഏത് വിധത്തിലും ഏതെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടിട്ട് ചെയ്യാം, ഒരു മോട്ടിവേഷണൽ പോസ്റ്റ് ഇട്ടിട്ട് ചെയ്യാം. ആൾക്കാരിലൊന്നും എത്തിക്കണമെന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പം ഞാൻ പറയുന്നത് പോലെ ഞാനൊരു ബിസിനസ് മെൻറ്ററാണ്. എല്ലാവരെയും ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചു കൊടുക്കാറുണ്ട്. അത് എൻ്റെ ഒരു പ്രത്യേക ഇൻകം സ്ട്രീമാണ്. അപ്പം ആർക്കെങ്കിലും അത് 1-on-1 മെൻറ്റർ സർവീസാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കോച്ച് ഉണ്ടാവും, പിന്നെ ഫുൾ ട്രെയിനിങ് ഉണ്ട്, സ്റ്റാർട്ട് ടു എൻഡ്, ചെറിയ ട്രെയിനിങ്, പിന്നെ കമ്മ്യൂണിറ്റി സപ്പോർട്ടുണ്ട്. ഒരിക്കലും നിങ്ങൾ എലോൺ ആയിരിക്കത്തില്ല. അപ്പം നിങ്ങൾ ഇത് എൻ്റെ കാണിച്ചേക്കാം. അപ്പം എല്ലാവർക്കും നല്ലൊരു ബ്ലെസ്ഡ് ഡേ ആശംസിക്കുന്നു. ഓക്കെ, എന്നാൽ നാളെ കാണാം, Day 14. ഓക്കെ, എന്നാൽ താങ്ക് യു. അസ്സലാമു അലൈക്കും.